രാജ്യത്തെ ഞെട്ടിച്ച ഉത്തർപ്രദേശ് മതപരിവർത്തന സംഭവത്തിലെ പ്രതി ചാങ്ങൂർ ബാബ എന്ന ജലാലുദ്ദീന്റെ മതപരിവർത്തന കേന്ദ്രത്തിൽ ജനം ടിവി സംഘം. ഉത്തർപ്രദേശ് ഉത്രോളയിലെ മധുപൂർ ഗ്രാമത്തിലാണ് കേന്ദ്രം. പ്രദേശത്ത് നിർമ്മിച്ച 40 കോടി രൂപയുടെ ആഡംബര സൗധവും മദ്രസയും കേന്ദ്രീകരിച്ചാണ് ജലാലുദ്ദീൻ മതപരിവർത്തനം നടത്തിയത്. 100 കണക്കിന് ഹിന്ദു യുവതികളെ ജലാലുദ്ദീൻ മതം മാറ്റിയതായി ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തെ നടുക്കിയ ആസൂത്രിത മതപരിവർത്തനം നടന്ന ചാങ്കൂർ ബാബയുടെ മദ്രസ ഉൾപ്പെടുന്ന ആ മേഖലയിലാണ്. അയാളുടെ ഏതാണ്ട് 40 കോടിയിലധികം രൂപ വരുന്ന സൗധമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും അതേ തുടർന്ന് നടപടികൾ മുന്നോട്ട് പോയതും. നിലവിലിപ്പോൾ ഈ പ്രദേശമാകെ പോലീസ് കാവലിലാണ്. ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ലയിൽ ഉത്രോള എന്ന സ്ഥലത്ത് മധുപൂർ എന്ന ഒരു ഗ്രാമമാണ് ഈ പ്രദേശം. ഇവിടം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 10 വർഷമായി ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്യാമറ ഒന്ന് പാൻ ചെയ്ത് വന്നാൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇയാളുടെ ഒരു മദ്രസ ഈ പ്രദേശത്തായി തന്നെ നമുക്ക് കാണാം. ഈ മദ്രസ കൂടി കേന്ദ്രീകരിച്ചാണ് ഇയാൾ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇവിടെ എല്ലാം തന്നെ അർദ്ധസൈനിക വിഭാഗത്തെയും തന്നെ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഒരു സാധാരണ ഗ്രാമം, ഒരു തനി ഗ്രാമം ആണ് ഈ മധുപൂർ എന്ന് പറയുന്നത്. ഇവിടം കേന്ദ്രീകരിച്ചാണ് 40 കോടിയുടെ സൗധം, അതോടൊപ്പം തന്നെ ഇയാൾ ഇവിടെ ഒരു മദ്രസയടക്കം കെട്ടിപ്പൊക്കിയത്. ഈ ചാങ്ങൂർ ബാബ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതോ വലിയ സംഭവമാണ് എന്നുള്ളത്. ഇയാളുടെ യഥാർത്ഥ പേര് ജലാലുദ്ദീൻ എന്നുള്ളതാണ്. ജലാലുദ്ദീൻ സ്വയം ചാങ്ങൂർ ബാബ എന്ന് പറഞ്ഞ് സ്വയം ആ ഒരു പേര് സ്വീകരിച്ച്, ചാങ്ങൂർ ബാബ എന്ന പേര് സ്വീകരിച്ച് ഇവിടെ മതപരിവർത്തന ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇയാളുടെ ഒരു മകനുണ്ട് ജമാലുദ്ദീൻ. അയാളും ഈ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു നീതു എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി നസ്രീനാക്കി ഇയാളുടെ കൂടെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി നിർത്തിയിരുന്നു. ഈ നസ്രീനും ജമാലുദ്ദീനും ചേർന്ന് പെൺകുട്ടികളെ, അതായത് ഈ പ്രദേശത്തെയും പുറത്തുമുള്ള പെൺകുട്ടികളെ കൊണ്ടുവരികയും അവരെ മതം മാറ്റുകയും, ഇവിടെ വെച്ച് മതം മാറ്റുകയും ഇവിടെ ബലാത്സംഗം വരെ ഈ കെട്ടിടത്തിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ മതിലൊക്കെ തന്നെയൊന്ന് നോക്കിയാൽ മനസ്സിലാകും. മിലിറ്ററി മേഖലയിലൊക്കെ തന്നെ കാണുന്നത് പോലെ വലിയ കൂറ്റൻ മതിൽ, പടുകൂറ്റൻ മതിൽ, അതിന് മുകളിലായി നമുക്ക് കാണാം വലിയ കമ്പികളൊക്കെ തന്നെ, ഇരുമ്പ് കമ്പികളൊക്കെ തന്നെ ചുറ്റിയ നിലയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവിടെയാണ് പാർപ്പിച്ചിരുന്നത്. ചില പെൺകുട്ടികളെ ദുബായിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയും മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്നുള്ളതും നിലവിലിപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ UP ATS-ഉം NIA-യും ED-യും IB-യും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ATS ഇതിനോടകം തന്നെ ഇയാളെ ചോദ്യം ചെയ്തു, NIA ചോദ്യം ചെയ്തിട്ടുണ്ട്. ED ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് വിദേശത്ത് നിന്നും പണം വന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA-യും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. ഇയാൾക്ക് 500 കോടിയിലധികം രൂപ പുറത്തു നിന്നും എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ 500 കോടി എന്നൊക്കെ പറയുമ്പോൾ രാജ്യമാകെ തന്നെ ഞെട്ടുന്ന കണക്കാണ്. ഒരു മതപരിവർത്തനത്തിന്, ആസൂത്രിത മതപരിവർത്തനത്തിന്, ലവ് ജിഹാദിന് 500 കോടി രൂപ എത്തുന്നു. ഇയാൾ 1000 യുവാക്കളെ ഇതിനു വേണ്ടി, ഈ ലവ് ജിഹാദ് പ്രവർത്തനത്തിനും ഈ മതപരിവർത്തനത്തിനും വേണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, വളരെ ആസൂത്രിതമായി കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇയാൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ്. വിധവകളായ ഹിന്ദു സ്ത്രീകളെ, സാധാരണക്കാരായ ദരിദ്രരായ ഹിന്ദു സ്ത്രീകളെ, എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിൽപ്പെട്ട ഹിന്ദു സ്ത്രീകളെ ഇവിടേക്ക് എത്തിക്കുക, അവരെ പ്രണയം നടിച്ച് ഇവിടേക്ക് കൊണ്ടുവരിക, പിന്നീട് മതം മാറ്റുക. ഇതിനുള്ളിൽ റേപ്പടക്കം നടന്നിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചത്. അത്തരം ഹീനമായ കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. നിലവിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്. വളരെ ആഴത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. IB-യും NIA-യും ED-യും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം 500 കോടി രൂപ വിദേശത്തു നിന്നും മതപരിവർത്തനത്തിന് വേണ്ടി വരുന്നു. 1000 ചെറുപ്പക്കാരെ തയ്യാറാക്കി നിർത്തുന്നു മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി. അതിനുശേഷം ഈ ചില ആളുകളെ, ചില പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തുന്നു. ഈ കേന്ദ്രം നിർമ്മിച്ച്, 40 കോടിയുടെ കേന്ദ്രം നിർമ്മിച്ച് അതിനുള്ളിൽ മതപരിവർത്തനം നടത്തുന്നത് മാത്രമല്ല റേപ്പടക്കം നടത്തുന്നു എന്നുള്ളതാണ് തെളിയുന്നത്. എന്തായാലും ചാങ്കൂർ ബാബയ്ക്ക് തൽക്കാലം പിടിവീണിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അയാൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിടുപൊടിയായി കിടക്കുന്നത് ഒരു അയാളുടെ ഗേറ്റും
അതിനോടനുബന്ധിച്ച് ഇതിനപ്പുറത്തേക്ക് ആ കെട്ടിടം മുഴുവൻ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. 10 ബുൾഡോസറുകൾ ചേർന്ന് ഒരു ദിവസം കൊണ്ടാണ് ഇത് പൊളിച്ചടുക്കിയത്. അത് യോഗിയുടെ ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് മാത്രം ഈ കടുത്ത നടപടി ഉണ്ടായി എന്ന് പറയാം. യോഗി ആദിത്യനാഥിൻ്റെ നിർദ്ദേശപ്രകാരം 3 തവണ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇയാളുടെ ഈ അനധികൃത മതപരിവർത്തന കേന്ദ്രം ഒറ്റ ദിവസം കൊണ്ട് 10 ബുൾഡോസറുകൾ ചേർന്ന് തല്ലി തകർത്തു, ഇടിച്ചു പൊളിച്ചിടുകയാണ് ഉണ്ടായത്. എന്തായാലും രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഒരു ഉത്തർപ്രദേശിലെ ഉത്രോളയിലെ മധുപൂരിലെ മാത്രം സംഭവമല്ല, മറ്റിടങ്ങളിലും ഇതുപോലെയുള്ള ചാങ്ങൂർ ബാബമാർ, ജലാലുദ്ദീൻ എന്ന ചാങ്ങൂർ ബാബമാർ ഉണ്ടാകാം. ജാഗ്രതയോടെ ഇരിക്കുക എന്നത് മാത്രമാണ് ഇവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള പോംവഴി. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഉത്രോള. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇത് യോഗിയുടെ ഉത്തർപ്രദേശ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാം തവിട് പൊടിയായി അവിടെ കിടക്കുന്നത്. എന്താണ് അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത്? അതൊരു ഗ്രാമപ്രദേശമാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു. എന്നാൽ ഇത്രയും വലിയ സന്നാഹവും സംവിധാനവും ഒക്കെ ഒരുക്കിയത് കൊണ്ട് തന്നെയാണ് ഇത് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ പെട്ടതും. യോഗി ഭരണകൂടമായതുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടായി. എന്താണ് ശ്രീകാന്ത് നേരിട്ട് കണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കിയത്? രാഖി, ഈ സ്ഥലമെന്ന് പറയുന്നത് ഉത്രോള തഹസിൽ, ബൽറാംപൂർ ജില്ലയിലുള്ള ഉത്രോള തഹസിൽ പ്രദേശത്തുള്ള മധുപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അവിടേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസകരമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ അവിടെ പോലീസിൻ്റെ സംരക്ഷണം ചെറിയൊരു പരിമിതമായ പ്രദേശത്തുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ ചെല്ലാൻ കഴിഞ്ഞത്. ആ പ്രദേശത്തേക്ക് മധുപൂർ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ആ ബോർഡിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നിടം മുതൽ പുറത്തു നിന്നുള്ള ആളുകൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത. മധുപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവിടെ നിന്നും നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ റോഡ് സൈഡിലായി തന്നെ ഒരു പഴയ മദ്രസയും ഒരു പഴയ പള്ളിയും ഒരു പഴയ മസാറും കാണാം. അതായിരുന്നു ആദ്യകാലത്ത് ഒരു 10 വർഷമൊക്കെ മുമ്പ് ഈ ജലാലുദ്ദീൻ എന്ന ചാങ്ങൂർ ബാബ അയാളുടെ ഇടപാടുകൾക്ക് തുടക്കം കുറിച്ച സ്ഥലം. അവിടെ നിന്നാണ് ശരവേഗത്തിൽ അയാളുടെ വളർച്ചയുണ്ടാകുന്നത്. നമ്മൾ ആ പ്രദേശത്തേക്ക് ചെന്നപ്പോൾ തന്നെ കുറേയധികം ആളുകൾ നമുക്ക് ചുറ്റും കൂടിയിരുന്നു. നമ്മൾ പോലീസുകാരുണ്ടായതുകൊണ്ട് മാത്രം, UP പോലീസ് അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രം, CRPFൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ സ്വസ്ഥമായി നിൽക്കാൻ കഴിഞ്ഞത്. നമുക്കവിടെ സമാധാനമായി നമ്മുടെ ഷൂട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത്. ചെന്ന സമയം മുതൽ തന്നെ നമുക്ക് പിന്നാലെ ആളുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാരണവശാലും അവിടെ പോലീസിൻ്റെയോ CRPFൻ്റെയോ സംരക്ഷണമില്ലാതെ ആ പ്രദേശത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ചാങ്ങൂർ ബാബയുടെ ജലാലുദ്ദീൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അവിടം കേന്ദ്രീകരിച്ച് അയാൾ 10 കൊല്ലമായി ഈ പ്രവർത്തനം നടത്തുകയാണ് ഉണ്ടായത്. പ്രധാനമായും ചെയ്തത് വിധവകളായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിക്കുക. അതിന് അയാളെ സഹായിക്കുന്നത് നീതു എന്ന് പേര് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നസ്രീൻ എന്ന പേരിൽ മതം മാറിയ നസ്രീനാണ്. ഇയാളുടെ മകൻ ജമാലുദ്ദീൻ കൂടി ഇതിൽ പങ്കാളിയാണ്. 1000 യുവാക്കളെ, മുസ്ലിം യുവാക്കളെ ഇതിനുവേണ്ടി ഇയാൾ തയ്യാറാക്കി നിർത്തിയിരുന്നു. അവരെ കൊണ്ട് പ്രണയം നടിപ്പിച്ചാണ് ഈ യുവതികളെ മുഴുവൻ വലയിലാക്കുന്നത്. ശേഷം ഇയാളുടെ ഈ മദ്രസ ഉൾപ്പെടുന്ന 40 കോടിയുടെ സൗധം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം അവിടെ കൊണ്ടുവരും, പിന്നീട് അവിടെ വെച്ചാണ് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മതം മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്നും ആ മതം മാറ്റുന്നതിന് വേണ്ടി ഇയാൾക്ക് വിദേശത്ത് നിന്നും 500 കോടി രൂപ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും എത്തി എന്ന് EDയും അതോടൊപ്പം NIAയും ATSും IBയും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇയാൾ ഏതാണ്ട് 40 അക്കൗണ്ടുകളിലൂടെയാണ് ഈ പണം കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. യുവതികളായ ഈ ഹിന്ദു യുവതികളെ പിന്നീട് ദുബായിലേക്കും മറ്റും ജോലിക്കെന്ന വ്യാജേന കൊണ്ടുപോവുകയും അവിടെ ഈ വേശ്യാവൃത്തി അടക്കം അവർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ സ്ഥലത്തായതിനാൽ, യോഗി ആദിത്യനാഥിൻ്റെ പ്രദേശത്തായതിനാൽ, UPയിലായതിനാൽ മാത്രം നടപടിയുണ്ടായി. അതിൽ കൃത്യമായ തെളിവുകൾ കിട്ടിയതോടെ ചാങ്ങൂർ ബാബയ്ക്ക് പിടിവീണു. 40 കോടിയുടെ സൗധം 1 മണിക്കൂർ കൊണ്ട് 10 ബുൾഡോസറുകൾ നിരന്ന് നിന്ന് ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ അവിടെ ചെന്നാൽ കാണാം.
കർശനമായ നടപടി സ്വീകരിച്ചു. ഒരു തവണ കൂടി അവിടേക്ക് പോയി അവിടെ ഷൂട്ട് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം അത്രയധികം ഭയക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഈ മധുപൂർ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പല ആളുകളോടും ഒരു പ്രതികരണം തേടിയിരുന്നു, നമുക്കൊരു ബൈറ്റിന് വേണ്ടി. പക്ഷേ ചാങ്ങൂർ ബാബയുടെ ആ മതപരിവർത്തന കേന്ദ്രത്തിൽ യോഗി സർക്കാർ ബുൾഡോസർ വച്ച് തകർത്ത് കളഞ്ഞ ആ മതപരിവർത്തന കേന്ദ്രത്തിൽ നേരിട്ടെത്തി ജനം TV സംഘം ശ്രീകാന്ത് നേരിട്ടെത്തി കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമ്മളുമായി പങ്കുവച്ചുകൊണ്ടിരുന്നത്.